അത് കൂടുതൽ കാര്യങ്ങളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും കൃത്യമായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ 3:30 നടക്കാൻ നിശ്ചയിച്ചിരുന്ന ചർച്ചയ്ക്ക് മുൻപേ തന്നെ ഇത് ഒരു വലിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് രാജ്യത്തെ യുവജനതയ്ക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന വലിയ ഒരു സമര വിജയമായിട്ട് വേണം കാണാൻ. കാരണം യുവാക്കൾ മാത്രം മുന്നിട്ടിറങ്ങി ഒരു അധികാര സ്ഥാപനത്തിൻ്റെയോ ഒരു കക്ഷി രാഷ്ട്രീയ ശക്തിയുടെയോ പിൻബലം ഇല്ലാതെ സ്വമേധയാ രൂപപ്പെട്ടു വന്ന ഒന്ന് ഇത്ര വലിയൊരു പ്രസ്ഥാനമായിട്ട് അത് അധികാര കേന്ദ്രങ്ങൾക്ക് വലിയ വെല്ലുവിളിയാവുകയും യുവാക്കളുടെ ശക്തിയെ അവഗണിക്കാൻ പറ്റില്ല എന്ന് രാജ്യമാകെ തരംഗം പോലെ അതൊരു വലിയ തരംഗമായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. അത് ഇനിയും വളർന്ന് വികസിക്കും, രാജ്യത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകിയാണെങ്കിൽ പോലും ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഈ രാജി എന്ന് പറയുന്നത് ധാർമ്മികമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് CJPക്കും രാജ്യത്തെ യുവാക്കൾക്കും ഉണ്ടായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു വിജയമായിട്ട് നമ്മൾക്ക് കാണേണ്ടി വരുന്നു. യുവശക്തിയെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും അജണ്ടയുടെയോ ഭാഗമായിട്ടല്ലാതെ യുവാക്കൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ഈ ദശകങ്ങളിലുടനീളം ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിരോധം യുവാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ഒരു കീഴടങ്ങൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഇത്രമേൽ വലിയ ഒരു കീഴടങ്ങൽ ഉണ്ടായിട്ടില്ല അധികാരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സമരം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. CJP മുന്നോട്ട് വെച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, സോനം വാങ്ചുക്ക് അതിന് മുന്നോടിയായിട്ട് വഴിമരുന്നിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്കും നേരെ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലോ നിയമപരമായിട്ടുള്ള ചതിക്കുഴികളിലൂടെ അവരെ കെടികൾ വീഴ്ത്താനോ പാടില്ല എന്നുള്ള വ്യവസ്ഥകൾ വയ്ക്കുന്നു. അത് മൂന്നും അവിടെ യാഥാർത്ഥ്യമാവുന്നു. അത് രേഖാമൂലം എഴുതി വാങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ രാജിയിലേക്ക് കൂടി നീങ്ങുന്നു. രാജി ഉണ്ടാവില്ല എന്നും മറ്റൊരു വകുപ്പിലേക്ക് മന്ത്രിപദം മാറുകയുണ്ടാവുകയുള്ളൂ എന്നുമൊക്കെയുള്ള ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. ആ ഊഹാപോഹങ്ങളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ ആ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ഇത് കീഴടങ്ങൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതാണ് യഥാർത്ഥ മാതൃക എന്നുള്ള നിലയ്ക്ക് അതിനെ പോസിറ്റീവായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഇത്രയധികം വൈകിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കണ്ണീർ, അവരുടെ രക്ഷിതാക്കളുടെ കണ്ണീർ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ലായിരുന്നു, രാഷ്ട്രീയമായിട്ടുള്ള കക്ഷിരാഷ്ട്രീയ പ്രശ്നമേ അല്ലായിരുന്നു. ഇത് ജനതയുടെ, രക്ഷിതാക്കളുടെ, വിദ്യാർത്ഥികളുടെ കണ്ണീരിൻ്റെ പ്രശ്നമാണ്. അതിന് ഇത്രയധികം കാലതാമസം ഈ രാജിക്ക് വേണ്ടിയിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കരുതേണ്ടി വരും. ഡി ബിനോയ്. തീർച്ചയായും ഇത് ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധം, അതും യുവാക്കളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന് കൊടിയുടെ നിറമോ അല്ലെങ്കിൽ മറ്റു മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത് ഒരു സംഘം യുവാക്കളായിരുന്നു. അവരുടെ മുന്നിൽ ഒരേ ഒരു ആശയം, അതുപോലെ തന്നെ ഒരേ ഒരു ആവശ്യം, അതുതന്നെയായിരുന്നു ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ആ പൊളിച്ചെഴുത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജിവെക്കണം. ആ രാജിക്ക് തൊട്ടു പിന്നാലെ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചപ്പോഴേക്കും അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തത് 20-ലധികം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. അതിനുമപ്പുറം ഈ സമരത്തിൽ പങ്കെടുത്ത് ഡൽഹിയിലൂടെ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചുമൊക്കെ മുന്നോട്ട് പോയ ആളുകൾ ഉണ്ട്. അവർക്കെതിരെ വലിയ തരത്തിലുള്ള കേസുകൾ എടുക്കരുതെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് CJPയുടെ നേതാവ്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് അല്പനേരം കാണാം. അവരുടെ CJPയുടെ ആവേശകരമായ അവരുടെ പ്രതികരണങ്ങൾ കാണാം. അതിലേക്ക് ശേഷം ഡി ബിനോയിലേക്ക് വരാം. धर्मेंद्र प्रधान ने
അത് ആ രാജി കൺഫേം ചെയ്തു എന്നുള്ള സന്ദേശം വായിച്ച ഉടൻ തന്നെ ആവേശ പ്രകടനത്തോടുകൂടി ഭൂമിയെ തൊട്ട് ആവേശം പ്രകടിപ്പിക്കുകയാണ്. ഓർക്കുക, ഈ ഒരു സമരത്തെ നേരിടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അവരുടെ എല്ലാ സൈനിക സന്നാഹങ്ങൾ, സൈനിക എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയേണ്ടി വരും. കാരണം ഇൻ്റർനെറ്റ് അടക്കമുള്ളവ ഇല്ലാതാക്കുന്നു, പെല്ലറ്റുകൾ ഉപയോഗിക്കുന്നു, എല്ലാ തരത്തിലുള്ള പോലീസ് ശക്തികളെയും ഉപയോഗിക്കുന്നു, മർദ്ദനമുറകൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു, ചോര ചിതറിത്തെറിച്ച ശിരസ്സുകൾ കാണേണ്ടി വരുന്നു, യുവാക്കളുടെ രക്തം തെരുവിലൂടെ ഒഴുകുന്നതിന് രാജ്യം സാക്ഷിയാവുന്നു. ആ ചോരയുടെ നിറച്ചാലുകൾ രാജ്യവ്യാപകമായിട്ട് പടരുമെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് BJPയെയും സംഘപരിവാറിനെയും കൊണ്ടുപോകുമോ എന്നുള്ള ഭയം ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. ഒപ്പം തന്നെ CJPയെ സംബന്ധിച്ചിട്ട് ഇനി അവരുടെ ഭാവി എന്തായിരിക്കും? ഇത് ഈ ഒരു കാര്യത്തോടു കൂടി ഇത് പിൻവാങ്ങി പൂർണ്ണമായും അസ്തമിക്കുന്ന പാർട്ടികളെല്ലാം അസ്തമിക്കുന്ന രീതിയിലേക്ക് പോകുമോ? മറിച്ച് മറ്റ് വിഷയങ്ങളിൽ കൂടി ഇടപെടുന്ന ഒരു നിർണായകമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ രഹിതമായിട്ടുള്ള യുവശക്തിയായിട്ട് CJP തുടരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡി ബിനോയ്, തീർച്ചയായിട്ടും CJP ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്നതെന്ന്